ഈ കാണുന്ന വീട് കണ്ടോ, ടോട്ടലായിട്ട് 4.6 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. ഏകദേശം 3 വർഷം മാത്രം പഴക്കമുള്ള വീട്. പക്ഷേ ഇതുവരെ ആരും താമസിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമ വന്നിട്ട് പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിന് വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ ഇവിടേക്ക് ട്രാൻസ്ഫർ ആവുന്നുള്ളൊരു കണ്ടീഷനിൽ ഇതിൽ വീട് ചെയ്തതാണ്. പക്ഷേ അവർ ഇതുവരെയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിൽ ഇതുവരെയ്ക്കും ആരും താമസിക്കാത്തതുകൊണ്ട് തന്നെ അവർ ഈ പ്രോപ്പർട്ടി അങ്ങനെ സെയിൽ ചെയ്യാൻ തീരുമാനിച്ചതാണ് കേട്ടോ. പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ മേളിൽ നമുക്ക് ഓടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. റൂഫ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ടെറസിലും ഫുള്ളായിട്ട് റൂഫ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാ ഓടിട്ടാണ് റൂഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. നല്ല സ്വന്തം ആവശ്യത്തിന് നമ്മളൊരു വീട് ചെയ്യുമ്പോൾ അതേ രീതിയിൽ നല്ല ശ്രദ്ധയോടുകൂടി നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ശ്രീകാര്യത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേങ്കോട്ടോണം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ വലതുവശത്തായിട്ട് കോൺഫിഡൻറ്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞ പുതിയൊരു ഫ്ലാറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ജസ്റ്റ് ഒന്നിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇടത്തോട്ട് തിരികെ ഈ വീട് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയാണ്. അതായത് മെയിൻ റോഡിൽ നിന്ന് ശ്രീകാര്യം പോത്തങ്കോട് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രമേ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. മുൻവശം നോക്കി നമുക്ക് അവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഈ മുൻവശത്തുള്ള വാതിലൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കുന്നടിയിലാണ്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് കിച്ചണൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കിച്ചൺ ഫുള്ളായിട്ട് ഈ രീതിയിൽ മോഡലർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയയും കൂടെ വരുന്നത്. അവിടെ നിന്ന് വീണ്ടും പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ റൂഫ് ചെയ്ത് 2 സൈഡും ഇതുപോലെ അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേസ് നമുക്കൊരു വർക്ക് ഏരിയ പോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ അതുപോലെ എല്ലാം ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ചിട്ട് ഇന്ന് ഇതുപോലൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ ചെയ്തിരിക്കുന്ന വീടാണ്. വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇഷ്ടികയിൽ ചെയ്യുന്ന വർക്കാണെങ്കിൽ ഏകദേശം 2300, 2350 റേഞ്ചിനാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കോൺട്രാക്ടർ വർക്ക് എടുക്കുക. അപ്പോൾ ഇന്നത്തെ നിലയിൽ ഇത് എത്ര കോസ്റ്റ് ആവും നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. ഇത് താഴത്തെ നിലയിലെ ബെഡ്റൂമാണ്. ഈ കാണുന്ന പോലെ വലിയൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് റാക്ക് സെറാമിക്സ് പോലുള്ള പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം കാണാം. അതായത് താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ 2 കോമൺ സ്പേസ് വരുന്നത്. നമുക്ക് ഈ റെയിലിങ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് വുഡിലാണ്. മേളത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. 2 റൂമുകളിൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് നോക്കി വലിയൊരു കബോർഡാണ് കണ്ടോ. അതിനെല്ലാം ഇതുപോലെ സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. നമ്മൾ താഴെ കണ്ടതുപോലെ സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം കാണാം. ഇത് കുറച്ചുകൂടെ വലിയൊരു റൂമാണ്. ഇതിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വർക്ക് ടേബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിലെല്ലാം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നേരത്തെ പറഞ്ഞ പോലുള്ള സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കോമൺ സ്പേസിൽ നിന്നൊരു ബാൽക്കണിയിൽ നിന്നല്ല ഇതുപോലെ വലിയൊരു ഓപ്പൺ ടെറസിലേക്കാണ് എൻട്രി വരുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ടെറസിൻ്റെ അടുത്തൊരു പോർഷനിലേക്ക് ഇവിടെ എൻട്രി ഉണ്ട്. അവിടെ നമുക്ക് ശരിക്കും ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തൊന്നും നമുക്ക് ഇരിക്കാൻ സാധിക്കും കേട്ടോ. ആ രീതിയിലാണ് ഇവിടെ റൂഫ് ചെയ്തിട്ടുള്ളത്. അത് പോയിട്ട് വീണ്ടും ടെറസിലേക്ക് ഇതുപോലെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ പൈപ്പ് ഇട്ട് അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മേളത്തെ സ്പേസും ഫുള്ളായിട്ട് നമുക്കൊരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ, അതായത് ഒരു സേഫ്റ്റി ഉറപ്പാക്കുന്ന രീതിയിൽ ഇങ്ങനെ അടച്ചെടുത്ത് നമുക്കിതുപോലെ ഓടാണ് ഇട്ടിട്ടുള്ളത് ഫുള്ളായിട്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. ഉടമയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കെയർ ടേക്കർ നമ്പറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം അദ്ദേഹം പത്തനംതിട്ടയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പുള്ളിക്കാരൻ വന്ന് ഇതിൻ്റെ പ്രോപ്പർട്ടി എല്ലാം കാണിച്ചു തരുന്നുണ്ടാവും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില 1,15,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷന് സാധ്യതയുണ്ട്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ മെയിൻ റോഡ് തൊട്ടടുത്ത് നോക്കിയാൽ മതി. കോൺഫിഡൻറ്റ് ഹൊറൈസൺ കാണാം കണ്ടോ. കാണുന്നുണ്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി. ആ ഒരു വീട് കഴിഞ്ഞാൽ അപ്പുറത്ത് മെയിൻ റോഡാണ്.
ആ മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറി അത്രയും അടുത്തായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാര്യവട്ടത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈസിലി കയറാം. അതുപോലെ ശ്രീകാര്യമാണെന്നുണ്ടെങ്കിൽ ഈസിലി ആക്സസ് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഉദ്ദേശിക്കുന്ന വില 1,15,00,000 രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷന് സാധ്യതയുണ്ട്.